ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ വിചാരണ ആരംഭിച്ചു. കേസിലെ ഒന്നാം സാക്ഷിയുടെ വിസ്താരം നടന്ന ഇന്ന് പ്രതി സന്ദീപിനെ കൊല്ലം കോടതിയിൽ ഹാജരാക്കി. പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടും വരെ നിയമപോരാട്ടം തുടരുമെന്ന് വന്ദനയുടെ അച്ഛൻ മോഹൻദാസ് പറഞ്ഞു. 2023 മെയ് 10-നാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പോലീസ് വൈദ്യപരിശോധനയ്ക്കെത്തിച്ച സന്ദീപ് ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയത്. ആശുപത്രിയിൽ വന്ദനയ്ക്കൊപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒന്നാം സാക്ഷി ഡോക്ടർ മുഹമ്മദ് ഷിബിനെയാണ് ആദ്യ ദിനം വിസ്തരിച്ചത്. കൊല്ലം ഫസ്റ്റ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിലെത്തിച്ച പ്രതി സന്ദീപിനെ തിരിച്ചറിഞ്ഞ ഒന്നാം സാക്ഷി കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധവും തിരിച്ചറിഞ്ഞു. വന്ദനാദാസിനെയും അതിനോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും ആംബുലൻസ് ഡ്രൈവറെയും മറ്റു ആളുകളെയും പ്രതി ക്രൂരമായി ആക്രമിച്ച കാര്യങ്ങളെക്കുറിച്ചും സാക്ഷി കോടതിയിൽ ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധത്തെക്കുറിച്ചും സാക്ഷി കോടതിയിൽ മൊഴി നൽകി. ആക്രമിച്ച പ്രതിയെയും സാക്ഷി കോടതിയിൽ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മകൾക്ക് നീതി കിട്ടും വരെ പോരാടുമെന്ന് വന്ദനയുടെ അച്ഛൻ മോഹൻദാസ് പ്രതികരിച്ചു. ഡോക്ടർ വന്ദനാദാസിന്റെ എൻ്റെ പ്രിയപ്പെട്ട മകളുടെ കൊലപാതകം അത് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയനുസരിച്ച് കിട്ടാവുന്നതിൻ്റെ മാക്സിമം ശിക്ഷ കിട്ടും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതിനുവേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഒന്നാം സാക്ഷി കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിലും പോലീസിന് നൽകിയ മൊഴിയിലും പൊരുത്തക്കേടുകളുണ്ടെന്നാണ് പ്രതിഭാഗം വാദം. 131 സാക്ഷികളുള്ള കേസിൽ 50 പേരെയാണ് ആദ്യഘട്ടത്തിൽ വിസ്തരിക്കുക. മീഡിയ 1 കൊല്ലം.